2024 ജൂലൈ 29 രാത്രി 11:30 ചൂരൽമലയിലേക്ക് മലവെള്ളം ഇരച്ചെത്തി. ജീവനു വേണ്ടി കേഴുന്ന മനുഷ്യരെ രക്ഷപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഇതിനിടെ ഉരുളിൽ സർവം തകർത്ത് വീണ്ടും മലവെള്ളം ആർത്തിരമ്പിയെത്തി. മുണ്ടക്കൈയും ചൂരൽമലയും ചാലിയാറിലേക്കൊഴുകി. മഹാദുരന്തം ഇടിഞ്ഞിറങ്ങി. ഒരു നാടിനെ ആകമാനം തുടച്ചു നീക്കിയ ഉരുൾ ദുരന്തത്തിന് 1 വയസ്സ്. ചാലിയാറിന്റെ കുത്തൊഴുക്കുകളിൽ ഒഴുകിയെത്തിയത് കരളുപിടിയുന്ന കാഴ്ചകളായിരുന്നു. ചിതറിത്തെറിച്ച മൃതദേഹങ്ങൾ, പാതിവേർപെട്ട മനുഷ്യ ശരീരങ്ങൾ, ചലനമില്ലാത്ത കുഞ്ഞുങ്ങൾ. ഒറ്റ രാത്രി കൊണ്ട പച്ചപ്പറുദീസകൾ തരിശുഭൂമിയായി മാറി. മരണപ്പുഴയായി ചാലിയാർ നിറഞ്ഞൊഴുകി. എങ്ങും മരണത്തിന്റെ ഗന്ധം. ഉറ്റവരെ നഷ്ടപ്പെട്ടവരുടെ ആർത്തനാദങ്ങൾ. സംസ്ഥാന സർക്കാർ പുറത്തുവിട്ട ഔദ്യോഗിക കണക്ക് പ്രകാരം 298 ആളുകളുടെ മരണമാണ് സ്ഥിരീകരിച്ചത്. നിരവധി പേർ കാണാമറയത്താണ്. രാജ്യം ഇതുവരെ കാണാത്ത ഉരുൾപൊട്ടൽ ദുരന്തത്തെ സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനത്തിലൂടെയാണ് കേരളം നേരിട്ടത്. അഗ്നിരക്ഷാസേനയും പോലീസും സൈന്യവും ദുരന്ത നിവാരണ സേനയും ഡിവൈഎഫ്ഐ ഉൾപ്പെടെയുള്ള സന്നദ്ധ പ്രവർത്തകരും ആയിരങ്ങളെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കയറ്റി. രക്ഷാപ്രവർത്തനങ്ങളെയെല്ലാം ഏകോപിപ്പിക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉണ്ടായിരുന്നു. 4 മന്ത്രിമാർ 1 മാസത്തോളം പ്രദേശത്ത് താമസിച്ച പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. യുദ്ധസമാന രക്ഷാപ്രവർത്തനം. ഭരണ സംവിധാനത്തിന്റെ മികവും ഏകോപനവും കരുതലിന്റെ മറുപേരായപ്പോൾ മരണമുനമ്പിൽ നിന്ന് ജീവിതം തിരികെ പിടിച്ചവർ 2000-ലധികം മനുഷ്യരാണ്. ഒരു പകൽ കൊണ്ടാണ് ചൂരൽമലയിലെ മുഴുവൻ ആളുകളെയും മാറ്റിയത്. ഒറ്റപ്പെട്ടുപോയ മുണ്ടക്കി, പുഞ്ചിരിമട്ടം പ്രദേശവാസികളെ സൈന്യമെത്തിയതോടെ പുറത്തെത്തിക്കാനായി. വനഭാഗങ്ങളിലും മറ്റ് ദുർഘട മേഖലകളിലും കുടുങ്ങിയവരെ എയർലിഫ്റ്റ് ചെയ്തു. ബെയിലി പാലം നമുക്ക് മുന്നിലുണ്ട്. സർവം നഷ്ടമായവരെ ക്യാമ്പുകളിലെത്തിച്ചു. ദുരന്തമുഖത്ത് ആരും അവശേഷിക്കുന്നില്ലെന്ന് ഉറപ്പാക്കും വരെ തിരച്ചിൽ തുടർന്നിരുന്നു. ലോകം തന്നെ നടുക്കത്തോടെ കേട്ട വയനാട് ദുരന്തത്തിൽ കേന്ദ്ര സർക്കാർ എന്താണ് ചെയ്തത്? ദുരന്തമറിഞ്ഞ് പ്രധാനമന്ത്രി പറന്നെത്തിയപ്പോൾ എല്ലാവരും ഒരുപോലെ ആശ്വസിച്ചു. എല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുന്ന മനുഷ്യരെ ചേർത്തു പിടിച്ചു നിൽക്കുന്ന സർക്കാരിനെ സഹായിക്കാനുതകുന്ന നടപടികൾ ഉണ്ടാകുമെന്ന് പ്രത്യാശിച്ചു. ആ നല്ല വാർത്തയ്ക്കായി കാതോർത്തു. എന്നാൽ കേന്ദ്ര സഹായം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നവർ നിരാശരായി. IMCT വന്ന് നഷ്ടത്തിന്റെ പ്രാഥമികമായ കണക്കെടുത്തു. വിശദമായ മെമ്മോറാണ്ടം കേന്ദ്രത്തിന് സമർപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അതും ചെയ്തു. എന്നിട്ടും ധനസഹായം മാത്രം എത്തിയില്ല. വിമാനങ്ങളും കേന്ദ്രസേനയുടെ സൗകര്യങ്ങളും അയച്ചിരുന്നല്ലോ എന്ന മറുപടി വേറെ. ദുരന്തമുഖത്തേത് മോദിയുടെ എന്നത്തെയും പോലെയുള്ള വെറും പ്രഹസനങ്ങൾ മാത്രം. 1 വർഷമാകുമ്പോഴും കേരളത്തിന്റെ ആവശ്യങ്ങളോട് കേന്ദ്രം മുഖം തിരിച്ചു തന്നെയാണ്. ദേശീയ ദുരന്തമെന്നെങ്കിലും പറഞ്ഞത് ഹൈക്കോടതി അന്ത്യശാസനം നൽകിയപ്പോൾ മാത്രമാണ്. 298 പേരുടെ ജീവൻ നഷ്ടപ്പെട്ട ദുരന്തത്തോട് കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നയം ഇങ്ങനെയായിരുന്നു. ഇതിലും എത്രയോ ചെറിയ പ്രകൃതി ദുരന്തങ്ങൾ സംഭവിച്ച മറ്റ് സംസ്ഥാനങ്ങൾക്ക് പുനരധിവാസത്തിന് ധനസഹായം അനുവദിച്ചപ്പോൾ കേരളത്തോട് മാത്രം എന്നത്തെയും പോലെ അവഗണന. എന്നാലും ദുരന്തമുഖത്ത് പോലും രാഷ്ട്രീയ വൈര്യത്തിന്റെ പേരിൽ മാത്രം ഇങ്ങനെ കണ്ണിൽ ചോരയില്ലാതെ പെരുമാറാനാകുന്നത് എങ്ങനെയാണ്? വയനാട് വിഷയത്തിൽ പാർലമെന്റിനെയും പൊതുസമൂഹത്തെയും തെറ്റിദ്ധരിപ്പിക്കാനടക്കം കേന്ദ്ര ആഭ്യന്തരമന്ത്രി ശ്രമിച്ചു. ഇല്ലാത്ത കാലാവസ്ഥാ റിപ്പോർട്ട് വ്യാജമായി ഉദ്ധരിച്ചു. കേന്ദ്രം ഉരുൾപൊട്ടലിനെ സംബന്ധിച്ച് കൃത്യമായ മുന്നറിയിപ്പ് നൽകിയിരുന്നെന്നും കേരളം ഒന്നും ചെയ്തില്ലെന്നടക്കം അമിത്ഷാ പറഞ്ഞു. പക്ഷേ അങ്ങനെയൊരു മുന്നറിയിപ്പ് ഉണ്ടായിരുന്നില്ലെന്ന് തെളിവു സഹിതം പിന്നീട് വ്യക്തമാക്കപ്പെട്ടു. എന്തൊക്കെയായാലും എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യരോടൊപ്പം തന്നെയുണ്ട് കേരള സർക്കാർ. ഒപ്പം കേരളത്തിലെ ജനങ്ങളും. ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട ദുരിതബാധിത പ്രദേശങ്ങളിൽ നിന്നും ക്യാമ്പുകളിൽ എത്തിയ കുടുംബങ്ങൾക്ക് അന്നു തന്നെ സർക്കാരും വിവിധ സംഘടനകളും വാടക വീടുകളടക്കം താൽക്കാലിക പുനരധിവാസം ഒരുക്കിയിരുന്നു. വാടകയും നൽകി വന്നു. തുടക്കം മുതൽ ദുരിതബാധിതർക്കൊപ്പമായിരുന്നു സർക്കാർ. അവരുടെ കണ്ണീരൊപ്പുകയായിരുന്നു. വയനാട്ടിലെ ജനങ്ങളുടെ പുനരധിവാസം സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉറപ്പു നൽകിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തനങ്ങളും ദുരിതാശ്വാസവും സമയബന്ധിതമായി പൂർത്തിയാക്കിയ ശേഷം ഏറ്റവും വേഗത്തിൽ പുനരധിവാസ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ലഭിക്കുന്ന എല്ലാ സഹായങ്ങളും ഏകോപിപ്പിച്ച് സമയബന്ധിതമായി പുനരധിവാസം പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത്.
വയനാട് ടൗൺഷിപ്പ് നിർമ്മാണം ദ്രുതഗതിയിലാക്കുകയാണ് സർക്കാർ. കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ സർക്കാർ ഏറ്റെടുത്ത 64 ഹെക്ടറിലാണ് ടൗൺഷിപ്പ് നിർമ്മിക്കുന്നത്. പ്രവർത്തനങ്ങൾ അതിവേഗം പുരോഗമിക്കുകയാണ്. ഓരോ കുടുംബത്തിനും 7 സെന്റിൽ 1000 ചതുരശ്രയടി വിസ്തീർണമുള്ള വീടാണ് നിർമ്മിക്കുന്നത്. ആരോഗ്യ കേന്ദ്രം, അങ്കണവാടി, പൊതുമാർക്കറ്റ്, കമ്മ്യൂണിറ്റി സെന്റർ, മൾട്ടിപർപ്പസ് ഹാൾ, ലൈബ്രറി എന്നിവ ഉൾപ്പെടെയാണ് ടൗൺഷിപ്പ് ഒരുങ്ങുന്നത്. ഉരുൾകൊണ്ടുപോയ പുഞ്ചിരികളെ തിരികെ കൊണ്ടുവരിക തന്നെ ചെയ്യും. അതിനിവിടെ ജനങ്ങളുടെ സർക്കാരുണ്ട്. സർക്കാരിനൊപ്പം ജനങ്ങളുണ്ട്.